ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സംശയവും വേണ്ട. ഇന്ന് രാഷ്ട്രീയക്കാർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിന് മുമ്പേ കാലഘട്ടത്തിലുള്ളതാണ്. പുതുതായിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. നമ്മളിൽ എത്ര പേര് അത് ചെയ്യുന്നുണ്ട് എന്നുള്ള ചോദ്യം മുമ്പിലുണ്ടെങ്കിലും, അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ അംബാസഡർ, രാഷ്ട്രീയ പ്രവർത്തകൻ ജീവകാരുണ്യ പ്രവർത്തനം നൽകണമെന്നുള്ള ഏറ്റവും വലിയ സന്ദേശം ഈ നാടിന് സമർപ്പിച്ച നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാം. ഓരോ അടിയും ഓരോ ഇഞ്ചും ഓരോ പ്രവർത്തനങ്ങളിലും കാരുണ്യമുണ്ട്. ഈ കാരുണ്യ ബലവലൻസ് സ്കീമും കോക്ലിയർ ഇംപ്ലാന്റ് സ്കീമും അടക്കമുള്ള നിരവധിയായ പദ്ധതികളുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ട്, എനിക്കുമുണ്ട്. 2004 ഞാൻ അദ്ദേഹത്തിലൂടെ മന്ത്രിയായിരുന്നു. ഞാൻ കലപ്പുഴ കളക്ടറേറ്റ് ഇരിക്കുമ്പോഴാണ് അന്ധകാരനടിയിൽ ഗൗരിയമ്മ വെള്ളത്തിലേക്ക് പോകുന്നു, കടലിലേക്ക് പോകുന്നൊരു അവസരം ഉണ്ടായെന്ന് പറഞ്ഞു. അത്ഭുത പ്രതിഭാസം, ഒരിക്കലും കാണാത്ത പ്രതിഭാസം, സുനാമി. മുഖ്യമന്ത്രിയുടെ ഫോൺ വന്നു, അടിയന്തരമായി ആറാട്ടുപുഴയിലേക്ക് പോകണം, ശ്രീ രമേശ് ചെന്നിത്തല പ്രദാനം ചെയ്ത മണ്ഡലമെന്ന്. ഞാൻ ആറാട്ടുപുഴ എത്തുമ്പോൾ ഉമ്മൻചാണ്ടി അഴീക്കിലെത്തി. അന്ന് ശ്രീ തിരുവഞ്ചൂരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ആ ക്യാബിനറ്റിൻ്റെ ഭാഗമായിരുന്നതാണ്. 15 ദിവസക്കാലമാണ് തുടരെ രാവിലെ 9 മണിക്ക് ക്യാബിനറ്റ്, 10 മണി വരെ ക്യാബിനറ്റ്, എല്ലാ ദിവസവും ക്യാബിനറ്റ്. എന്തിനാ ക്യാബിനറ്റ്? കാരണം അന്ന് വരെ ഇല്ലാത്തൊരു പ്രതിഭാസമായിരുന്നു സുനാമി. കഷ്ടപ്പെട്ടവർക്ക്, വേദനിക്കുന്നവർക്ക് സഹായം എത്തിക്കാൻ എല്ലാ നിയമങ്ങളും തടസ്സമായി നിൽക്കുകയാണ്. അതെല്ലാം ഓവർറൂൾ ചെയ്യണമെങ്കിൽ ക്യാബിനറ്റ് ഡിസിഷൻ വേണം. എല്ലാ ദിവസവും ക്യാബിനറ്റായി. ഇത് നമുക്ക് വിസ്മരിക്കാൻ കഴിയും. ഒരു ഭരണാധികാരി ചുവപ്പ് നാടിയുടെ കുരുക്കുകൾ അടിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് നിശ്ചയദാർഢ്യം കാണിക്കുന്ന ഉമ്മൻചാണ്ടിയെ ആ നാളുകളിൽ കണ്ടു. ഒരുപാട് പേർ ക്രൈസിസ് മാനേജ്മെന്റ്മാരായി വരാറുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ക്രൈസിസ് മാനേജ്മെന്റ് ഹൃദയത്തിൽ നിന്നും ഉണ്ടായി ഉടലെടുത്ത ജനഹൃദയങ്ങളിൽ എപ്പോഴും നിൽക്കാവുന്ന ഒന്നായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. ഭരണാധികാരി എന്ന നിലയിൽ ഉമ്മൻചാണ്ടി ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു, സംശയം. അസാധ്യമായ ഒന്നുമില്ല എന്ന് കണ്ട് അതെല്ലാം പരിഹരിക്കാൻ കേരളത്തിലെ ഉണ്ടാക്കിയ നേട്ടങ്ങൾ ഞാനൊന്നും ഇവിടെ പഠിക്കുന്നില്ല. ഉജ്ജ്വലനായ ഭരണം. രാഷ്ട്രീയ പ്രവർത്തകൻ, കോൺഗ്രസ്സുകാരനിൽ അടിയുറച്ച കോൺഗ്രസ്. ഭാരത് ജോഡോ യാത്ര ജനാന്റെ ഫോട്ടോ പ്രദർശനത്തിൽ കണ്ടു ആ ചിത്രം. ആലപ്പുഴയിലാണ് അദ്ദേഹം നടക്കാൻ വന്നത്. നടക്കാൻ അദ്ദേഹത്തിന് വയ്യായിരുന്നു, സത്യം പറഞ്ഞാൽ. രാഹുൽജി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നടക്കരുത്. ആ ചിത്രം തന്നെ ഫോട്ടോ തന്നെ കണ്ടറിയാം, രാഹുൽജി വിലക്കുന്ന ചിത്രമാണ് ആ ഫോട്ടോ. പക്ഷെ ഉമ്മൻചാണ്ടിയെ സമ്മതിക്കുന്നില്ല എന്ന് മറുവാക്കും പറയുന്നുണ്ട്. എനിക്ക് നടക്കണം. അദ്ദേഹം 4-5 കിലോമീറ്റർ നടന്നു. അവസാനം 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് അദ്ദേഹം ഞങ്ങളെല്ലാം കൂടെ നിർബന്ധിച്ച് കാറിൽ കയറ്റിയത്. കോൺഗ്രസിൻ്റെ പരിപാടി ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവിടെ ഞാൻ ഉണ്ടാകണമെന്നുള്ള, അതെൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു, അവിടെ ഞാൻ ഉണ്ടാകണമെന്നുള്ള ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഏറ്റവും മികച്ച ആഗ്രഹ പ്രകടനം. അടിമുതൽ മുടി വരെ കോൺഗ്രസ്സുകാരൻ. ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരെന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നത്. ഇപ്പോൾ KPC പ്രസിഡന്റും മുഴുവൻ നേതാക്കന്മാരും ഇവിടെയുണ്ട്. നേരത്തെ മാധ്യമപ്രവർത്തകർ കല്ലറയിൽ പോയി തിരിച്ചു വന്നപ്പോൾ എന്നോട് ചോദിച്ചു, വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടനത്തിൽ ഉമ്മൻചാണ്ടിയെ വിളിച്ചില്ല, ഉമ്മൻചാണ്ടിയുടെ പേര് അനുസ്മരിച്ചില്ല മുഖ്യമന്ത്രി. പാടെ അവഗണിച്ചു. വിഴിഞ്ഞം പോർട്ടായാലും കൊച്ചി മെട്രോ ആയാലും, അങ്ങനെ കണ്ണൂർ വിമാനത്താവളമായാലും നിരവധിയായിട്ടുള്ള വികസനത്തിൻ്റെ നാഴികക്കല്ലുകൾ ഉമ്മൻചാണ്ടി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് വന്ന ഗവൺമെൻറ് അതൊക്കെ തമസ്കരിക്കാനുള്ള പ്രവർത്തനം നടത്തിയത്. അത് അവരുടെ മാനസികാവസ്ഥയുടെ ലക്ഷണമാണ്. ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം പോർട്ട് നിർമ്മിച്ചാൽ മുൻകൈയെടുത്തത് എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, കൊത്തിവെച്ചിട്ടുള്ള കാര്യം ഈ തമസ്കരിക്കാൻ ശ്രമിക്കുന്നവർക്ക് അറിയില്ലെങ്കിൽ അവർ സ്വയം അപഹാസ്യരാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്നോടൊരു ചോദ്യം ചോദിച്ചു, ഒരു മാധ്യമപ്രവർത്തകൻ. നിങ്ങൾ അധികാരത്തിൽ വന്നാൽ
ഈ നടത്തിയ അവഗണനയ്ക്കെതിരായിട്ടുള്ള തീരുമാനം എടുക്കുമോ എന്നുള്ള ചോദ്യം കേരളത്തിലെ ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും മനസ്സിൽ വരുന്ന ചോദ്യമാണ്. ഉമ്മൻചാണ്ടിയുടെ അതുപോലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ സംഭാവനകളെ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി അനുസ്മരിക്കുന്ന ഈ ദിവസം തീർത്തും തമസ്കരിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്ന ഒരു ഭരണകൂടമുണ്ടെങ്കിൽ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതിന് മറുപടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം എന്താണെന്ന് കോൺഗ്രസ്സുകാർക്കറിയാം. ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനോടും ഉമ്മൻചാണ്ടിയുടെ സ്മരണയോടും ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതീകരണം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ നേതാവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച്, ആഗ്രഹാഭിലാഷങ്ങൾക്കനുസരിച്ച് ജനങ്ങളെ സേവിക്കാൻ കഴിയുന്ന ഒരു സർക്കാരിനെ കേരളത്തിൽ കൊണ്ടുവരുവാനുള്ള ദൗത്യം നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ളതാണ്. അത് നമ്മൾ കൈയടിച്ചുകൊണ്ട് മാത്രമായില്ല, ഞങ്ങളും ഒന്നിച്ച് കൈയടിക്കണം ഒറ്റക്കെട്ടായി. 2 ദിവസമായി വയനാടിൽ കൂടിയ ആളുകൾ തീരുമാനിച്ചത്, ഇന്ന് രാവിലെ ഒരു പത്രവാർത്ത ഞാൻ കണ്ടു. അവിടെ പങ്കെടുത്തവരാണ് വീട്ടിലിരിക്കുന്ന ആളുകളെല്ലാവരും. അതിലാരും പറയാത്തൊരു കാര്യം, മുരളീധരനെ വിമർശിച്ചു. മാധ്യമങ്ങൾ, എനിക്ക് ബഹുമാനമുണ്ട്, പക്ഷേ വാർത്തകൾ വസ്തുനിഷ്ഠമായിട്ട് എഴുതപ്പെടേണ്ടതല്ലേ. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ. ഇത്രയേറെ നേതാക്കന്മാരെല്ലാം യോജിച്ച് നിന്ന് ഒരു മനസ്സോടെ ഒരു യോജിപ്പോടെ നിന്ന് നടത്തിയൊരു പരിപാടി സമീപകാലത്തുണ്ടായിട്ടില്ല. അതിൻ്റെ കഴിഞ്ഞ് പിറ്റേന്ന് വരുമ്പോഴാണ് രാവിലെ തന്നെ വാർത്ത മുരളീധരനെ വിമർശനം. ഇന്നലെ വേറൊരു ചാനൽ ചർച്ച ചെയ്തെന്ന് കേട്ടു, APC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലെന്തോ വാക്ക് തർക്കം ഉണ്ടായി. വേറൊരു ചാനൽ ചർച്ച ചെയ്തതാണ്. ഇത് മാധ്യമങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്ന അർത്ഥമില്ല കേട്ടോ. ഇത്തരം വാർത്തകൾ, ഇല്ലാത്ത വാർത്തകൾ എത്തിച്ചു കൊടുക്കാൻ താല്പര്യമുള്ള കുബുദ്ധികളായ ചില ആളുകൾ നമ്മളെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് അവർ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് ഞാനിവിടെ ഈ ഉമ്മൻചാണ്ടി അനുസ്മരിക്കുന്ന വേദിയാണ് പോലും പറയുകയാണ്. അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം പാർട്ടി ഉണ്ടാക്കും, ആരായത് കൊടുക്കുന്നതെന്ന്. കാരണം കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. പൊറുതിമുട്ടിയ സർക്കാർ. ഉമ്മൻചാണ്ടി ഇപ്പോഴത്തെ സർക്കാർ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയത് നിങ്ങൾ. ജനങ്ങളാണ് താരതമ്യം ചെയ്യുന്നത്. അതിന്റെ ബെനിഫിറ്റാണ് പാർലമെന്റിൽ നമുക്ക് കിട്ടിയത്. 2026-ലും 25-ലും അതാണ് നമുക്ക് കിട്ടേണ്ടത്. അത് കേരളത്തിലെ ജനാഭിലാഷം പൂർത്തീകരിക്കാനുള്ള കോൺഗ്രസ് പാർട്ടിയുടെയും ഐക്യമുന്നണിയുടെയും ശ്രമങ്ങളെ ആരെങ്കിലുമൊക്കെ ചെറിയ തോതിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചാൽ അവർ മാപ്പർഹിക്കാത്ത കുറ്റമാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവരെ ഓർമ്മിപ്പിക്കുകയും അത് ഉണ്ടാകരുത് എന്ന് പറയുകയും ചെയ്യാനാണ് ഞാൻ സന്ദർഭം വിനിയോഗിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഉമ്മൻചാണ്ടിയെ സ്മരിക്കുന്ന 1-ാം വാർഷിക ദിനത്തിലെടുക്കേണ്ട പ്രതിജ്ഞ, ഉമ്മൻചാണ്ടിയെ അപമാനിക്കുന്ന, കോൺഗ്രസ് നേതാക്കളെ അപമാനിക്കുന്ന, കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സർക്കാരിൽ നിന്നും മോചനം തേടാൻ വേണ്ടി ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി ഒരു ചിന്തയോടെ ഒരു പ്രവൃത്തിയോടെ നിൽക്കുന്ന ബൂത്ത് മുതൽ സംസ്ഥാന തലം വരെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ നിര കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. അതിലേക്ക് മാത്രം പോവുക എന്നുള്ളതാണ്. അതാണ് ഈ ദിവസം നമ്മൾ എടുക്കാവുന്ന, ഉമ്മൻചാണ്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രതിജ്ഞാനം. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ഉമ്മൻചാണ്ടിയെ ഓർമ്മിക്കുമ്പോൾ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആയിക്കോട്ടെ, ഒരു ബൂത്ത് കമ്മിറ്റി യോഗം കൂടിയാൽ ആ ബൂത്തിലെ വീടുകളിൽ എത്ര പേർ അസുഖബാധിതരാണ്, എത്ര പേർ കിടപ്പ് രോഗികളാണ്, എത്ര പേർ മറ്റു ജീവിത പ്രയാസങ്ങളെ അലട്ടുന്നുണ്ട്. എല്ലാവരെയും പണം കൊടുത്ത് സഹായിക്കാൻ നമ്മുടെ കയ്യിൽ പണമൊന്നുമില്ല. പക്ഷേ അത്തരം വിഷമങ്ങൾ അനുഭവിക്കുന്ന, ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരിടത്തേക്ക് സാന്ത്വനമായി ചെല്ലാൻ ഒരു പണത്തിൻ്റെയും ആവശ്യമില്ല. മാത്രമല്ല, അവരെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ, ഉമ്മൻചാണ്ടിയുടെ പേരും പറഞ്ഞാൽ ഏതാൾക്കും സഹായം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സുതാര്യതയും ആത്മാർത്ഥതയും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം ഒരു പ്രശ്നമായിരിക്കുകയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കണം.
രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി ഈ വരാനിരിക്കുന്ന നാളുകളിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്കായി കാരുണ്യ പ്രവർത്തനം, സഹജീവനോടുള്ള സ്നേഹം, കരുതൽ അതൊരു പാർട്ടി പരിപാടി സ്ഥിരം പരിപാടിയാക്കി മാറ്റിയെടുക്കാനുള്ള പ്രതിജ്ഞ കൂടി ഇത് നമ്മൾ ഏറ്റെടുക്കണം. കോൺഗ്രസിൻ്റെ ബൂത്ത് മുതൽ സംസ്ഥാന തലം വരെയുള്ള പാർട്ടി പരിപാടിയായിട്ട് മാറ്റണം. ശ്രീ ചാണ്ടി ഉമ്മൻ ഒരു ഫൗണ്ടേഷൻ ഉദ്ഘാടനം കൂടി ചെയ്യണമെന്ന് KPCCയുടെ യോഗത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലൂടെയും പ്രവർത്തനങ്ങൾ കുടുംബം ചെയ്യുന്നുണ്ട്, ചാണ്ടി വ്യക്തിപരമായിട്ട് ചെയ്യുന്നുണ്ട്, പാർട്ടികൾ ചെയ്യുന്നുണ്ട്, വിവിധ കമ്മിറ്റി. ഇന്ന് തന്നെ ഞാൻ 3-4 പരിപാടികളിൽ പങ്കെടുത്തു. സ്ഥിരമായിട്ട് 500 രൂപ വെച്ച് ജീവിതകാലം മുഴുവൻ പെൻഷൻ, രോഗികൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു പരിപാടി രാവിലെ ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അത്തരം പരിപാടികൾ, ബൂത്ത് കമ്മിറ്റികൾ, മണ്ഡലം കമ്മിറ്റികൾ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനോടും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റിനോടും എനിക്ക് പറയാനുള്ളതാണ്, എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ഒരു കാരുണ്യ സ്പർശം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ 1 വർഷക്കാലം അല്ലെങ്കിൽ 2 വർഷക്കാലം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു തുടങ്ങിയെടുത്ത് അവസാനിക്കുന്നു. ഉമ്മൻചാണ്ടി അമരനായി മാറിയത് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെ ഒരുപാട് മനുഷ്യജന്മങ്ങൾക്ക് മോചനം നൽകാൻ, ജീവിതത്തിലേക്ക് നടന്നു കയറാൻ അവസരം കൊടുത്ത, തൻ്റെ ജീവിതത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഭൂരിഭാഗം സമയവും പാവപ്പെട്ടവൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചതിൻ്റെ ഫലമാണ് അദ്ദേഹത്തെ മരണാനന്തരവും ജനങ്ങൾ സ്നേഹിക്കുകയും അമരനായി കൊണ്ടു നടക്കുകയും ചെയ്യുന്നത്. നമ്മളെ ബൂത്ത് പ്രസിഡന്റാവട്ടെ, ഞാനാവട്ടെ, നിങ്ങളാവട്ടെ, രാഷ്ട്രീയ പ്രവർത്തകന്റെ ലക്ഷ്യം ഉമ്മൻചാണ്ടിയെപ്പോലെ മരിച്ചാലും അറിയപ്പെടുന്നവനാവാൻ ശ്രമിക്കുക സ്വന്തം പ്രവർത്തനത്തിലൂടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനം കൂടി നിർവഹിച്ചുകൊണ്ട് ഞാൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. KPCC വിചാർ വിഭാഗ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറവിലങ്ങാട് ദേശസ്നേഹി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന ഉമ്മൻചാണ്ടി ജീവിക്കുന്നു സ്മരണിക ഇവിടെ ബഹുമാനപ്പെട്ട ACC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP, KPCC വിചാർ വിഭാഗ് ജില്ലാ പ്രസിഡന്റ്, ACC ട്രെയിനിങ് സ്റ്റേറ്റ് കോർഡിനേറ്റർ, മാന്നാനം സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പലുമായ ഡോക്ടർ പിന്നെ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഏറ്റവും പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തല അവർകൾ ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ MP, വേദിയിലെ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഉമ്മൻചാണ്ടി ഇല്ലാത്ത 1 വർഷം നമുക്കെല്ലാവർക്കും വലിയ തോതിലുള്ള വേദനയും ദുഃഖവും ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക്, കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിനും ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭാവനകൾ നൽകിയ ജനനേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. ഈ കോട്ടയം മാമൻ മാപ്പിള ഹാള് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി നമ്മളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള
തോന്നലാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നത്. ഈ കോട്ടയത്തിൻ്റെ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രമാത്രം ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മറ്റൊരു നേതാവിനെ നമുക്ക് കാണാൻ സാധ്യമല്ല. ഉമ്മൻചാണ്ടി എപ്പോഴും ജനങ്ങളോടൊപ്പമായിരുന്നു. ജനങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള, നാടിനെ വികസനത്തിലേക്ക് നയിക്കാനുള്ള കർമ്മനിരതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉമ്മൻചാണ്ടിയെ പറ്റിയുള്ള ധാരാളം അനുഭവങ്ങൾ അയവിറക്കാൻ കഴിയുന്നവരാണ്, പ്രത്യേകിച്ച് കോട്ടയം നിവാസികളായ നമ്മൾ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും ഓരോ കഥകൾ പറയാനുണ്ടാകും. ഇവിടെ ഇരിക്കുന്ന ഓരോ സ്റ്റേജിലും സദസ്സിലുമായിരിക്കുന്ന ഓരോരുത്തർക്കും അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി, നൽകിയിട്ടുള്ള സേവനങ്ങളെപ്പറ്റി, ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങളെപ്പറ്റി പറയാൻ വാക്കുകൾക്ക് അതീതമായി തന്നെ ഓർക്കുന്നവരാണ് ഇവിടെയുള്ളത്. ഇത് കോട്ടയത്തുകാർക്ക് മാത്രമല്ല, കേരളത്തിൽ എവിടെ ചെന്നാലും ഉമ്മൻചാണ്ടിയുടെ സഹായമേൽക്കാത്ത, അദ്ദേഹത്തിൻ്റെ വാത്സല്യം ഏറ്റുവാങ്ങാത്ത, അദ്ദേഹത്തിൻ്റെ കരുതൽ സ്വീകരിക്കാത്ത വ്യക്തികൾ അപൂർവമായിരിക്കും. അതിന് രാഷ്ട്രീയമുണ്ടാകില്ല, അതിന് ജാതിമത പരിഗണനകളുടെ അതിർവരമ്പുകൾ ഉണ്ടാകില്ല. അതിലാകെയുള്ളത് അർഹതയ്ക്കുള്ള കരുതൽ അദ്ദേഹം നൽകുക എന്ന് മാത്രമാണ്. പലപ്പോഴും പാർട്ടിക്കാർ പരാതി പറയാറുണ്ട്, ഉമ്മൻചാണ്ടി സഹായിച്ചത് നമ്മുടെ പാർട്ടിക്കാരെ അല്ല എന്ന് പലരും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിന് പാർട്ടിയുടെ അതിർവരമ്പുകളില്ല എന്നുള്ളത്. ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണമെന്ന് കേരളത്തിന് കാട്ടിക്കൊടുത്ത നേതാവാണ് ഉമ്മൻചാണ്ടി. അതുവരെ അദ്ദേഹം ശ്രീ എ.കെ. ആന്റണിയും ഉമ്മൻചാണ്ടിയും കൊട്ര ഗോപാലകൃഷ്ണനും എൻ രാമകൃഷ്ണനും ഒക്കെ MLA-മാരായിരുന്ന കേരളത്തിലെ പുതിയ ഒരു തുടക്കമായിരുന്നു. അതുവരെ MLA-മാർ അപ്രാപ്യരായിരുന്നെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായി ഇവർ MLA-മാരായതോടുകൂടിയാണ് ജനങ്ങളുടെ വിചാരങ്ങളെ ഉൾക്കൊള്ളാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും MLA-മാരുടെ പ്രവർത്തനത്തിൽ സമൂലമായ മാറ്റം വരുത്തിയത്. വിവാഹവേദികളിൽ, മരണാനന്തര ചടങ്ങുകളിൽ ഉൾപ്പെടെയുള്ള ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളിൽ MLA-മാരും MP-മാരും എത്തിച്ചേരണമെന്ന അലിഖിതമായ ഒരു നിയമം ജനങ്ങൾക്ക് നൽകിയത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. എനിക്ക് വളരെ ദുഃഖം തോന്നി കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ആ കപ്പൽ അവിടെ അടുത്ത സന്ദർഭത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചില്ല. എനിക്കറിയാം എന്തെല്ലാം പ്രതിബന്ധങ്ങളാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ആ കരാറിൽ അദാനിയുമായി ഒപ്പിടാൻ ഉമ്മൻചാണ്ടിക്ക് നേരിടേണ്ടി വന്നതെന്ന്. പാർട്ടിയിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു, വലിയ ശക്തമായ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം പാറ പോലെ ഉറച്ചു നിന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്കറിയാം ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് വിഴിഞ്ഞം കരാർ യാഥാർത്ഥ്യമായത് എന്ന സത്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അഴിമതി ആരോപണമുണ്ടായി, ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു,
4000 കോടി രൂപയുടെ പദ്ധതിക്ക് 6000 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് പറഞ്ഞു. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ രാമചന്ദ്രൻ നായരുടെ കയ്യിൽ നിന്ന് വായിച്ചു. വാസ്തവത്തിൽ ഉമ്മൻചാണ്ടിക്ക് കൊടുത്ത ഏറ്റവും നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിന് ഉമ്മൻചാണ്ടിയെ വിളിച്ചില്ല. അന്ന് പ്രതിപക്ഷ നേതാവായി എന്നെ വിളിച്ചു. ഞാൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു ഞാനും പങ്കെടുക്കുന്നില്ല. അദ്ദേഹം എന്നെ വിളിച്ചിരുത്തി എന്നോട് പറഞ്ഞു രമേശ് പങ്കെടുക്കണം. കാരണം രമേശ് പങ്കെടുക്കുന്നതോടെ നമ്മളുടെ നേട്ടങ്ങൾ പറയാൻ ഒരാളവിടെ ഉണ്ടാകും. എന്നെ നിർബന്ധിച്ചാണ്. ഉമ്മൻചാണ്ടി പങ്കെടുക്കാത്തത് കൊണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി വന്ന ചടങ്ങായിരുന്നു. എന്നെ നിർബന്ധപൂർവ്വം അയച്ച ഉമ്മൻചാണ്ടിയുടെ വീക്ഷണം ഞാൻ ഓർക്കുന്നു. കണ്ണൂർ വിമാനത്താവളം, ആ വിമാനത്താവളത്തിനുണ്ടായ പ്രതിസന്ധി ഇപ്പോഴും പൂർണ്ണമായും കണ്ണൂർ വിമാനത്താവളം ഓപ്പറേഷനിലല്ല. വളരെ കുറച്ച് വിമാനങ്ങൾ മാത്രമേ അവിടെ നിന്ന് പറക്കുന്നുള്ളൂ. ആ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടിയുടെ ആത്മാർത്ഥമായ സമീപനം ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒത്തിരി നേതാക്കന്മാരുടെയുണ്ട്. 18 വർഷക്കാലം കേരളത്തിലെ കോൺഗ്രസിനെ ഈ എളിയവനായി എനിക്കും ഉമ്മൻചാണ്ടിക്ക് ഒരുമിച്ച് നയിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ടുണ്ട്, ഇണങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ പരിഭവിച്ചിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരനും തലതാഴ്ത്തി നിൽക്കേണ്ട അവസരം ഞങ്ങൾ രണ്ടുപേരും 18 വർഷക്കാലം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുവാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. ആരാധ്യനായ ലീഡർ ഉൾപ്പെടെയുള്ള കേരളം എന്നും കോൺഗ്രസ്സുകാരെന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന കെ കരുണാകരനെ പോലെയുള്ള മഹാരഥനോടൊപ്പം ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാർ പാർട്ടി വിട്ടുപോയപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ഈ ചരിത്ര ദൗത്യം ഏറ്റെടുത്തത്. ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ആ ദൗത്യം ഞങ്ങൾ 18 വർഷക്കാലം വളരെ ആത്മാർത്ഥതയോടെ നിറവേറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഇല്ല എന്നുള്ളൊരു വേദനയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. രാഷ്ട്രീയത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും. പക്ഷേ നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യത്തെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ഥാനമാനങ്ങളില്ലാതെ പ്രവർത്തിച്ച നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. കേരളത്തിലെ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. മന്ത്രിയാകാൻ ആവശ്യപ്പെടുമ്പോൾ മന്ത്രിസ്ഥാനം വേണ്ടെന്ന് പറയുന്ന, മുഖ്യമന്ത്രിയാകാൻ ആവശ്യപ്പെടുമ്പോൾ ആ സ്ഥാനം വേണ്ടെന്ന് പറയുന്ന, ഏതെങ്കിലും ഒരു പൊസിഷൻ വേണമോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറയുന്ന ത്യാഗത്തിൻ്റെ ആൾരൂപമായി ശ്രീ ഉമ്മൻചാണ്ടിയെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ചാണ്ടി ഉമ്മൻ എന്നോട് പുതുപ്പള്ളി പള്ളിയിൽ ഞാൻ പുഷ്പാർച്ചന നടത്താൻ പോയപ്പോൾ വിതുമ്പിക്കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, അങ്കിളിനെയാണ് അപ്പ അവസാനമായി മരിക്കുന്നതിന് മുമ്പ് കണ്ടത്. എന്നെ വിളിച്ചതാണ്. ഞാനവിടെ കണ്ടാന്ന് പറഞ്ഞു. അകത്തായവരോട് ചാണ്ടി ഉമ്മനോട് പറഞ്ഞു എന്നെ വിളിക്കാൻ പറഞ്ഞു. എന്നെ വിളിച്ച് എൻ്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് 10 മിനിറ്റ് നേരം സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് 10 മിനിറ്റ് നേരം എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്ന നിറഞ്ഞ കണ്ണുകളുള്ള ഉമ്മൻചാണ്ടിയുടെ ആ മുഖമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇന്നത് ചാണ്ടി ഉമ്മൻ ഓർമ്മിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ തേങ്ങുകയായിരുന്നു. ഒരു സഹോദരനെ പോലെ എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും എന്നോടൊപ്പം കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനോടൊപ്പം നിന്ന പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ 1000 ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഉമ്മൻചാണ്ടി സാർ അനുസ്മരണ പതിപ്പ് രാഷ്ട്രവീക്ഷണം പുറത്തിറക്കുന്ന അതിൻ്റെ പ്രകാശന കർമ്മം ശ്രീ രമേശ് ചെന്നിത്തല അവർ KPC പ്രസിഡന്റ് ബഹുമാന്യനായ കെ സുധാകരൻ അവർക്ക് നൽകി ഇവിടെ നിർവഹിക്കുന്നു. രാഷ്ട്രവീക്ഷണം മാനേജിംഗ് എഡിറ്റർ MR ജനാർദ്ദനൻ, അസോസിയേറ്റ് എഡിറ്റർ ശ്രീ ജോസഫ് വിലങ്കോട്, ലീഗൽ അഡ്വൈസർ ടോമി വില്ലാനി എന്നിവർ ക്ഷണിക്കുന്നു.
അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യനായ നേതാവ് ശ്രീ കെ സുധാകരൻ MP അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഞാനാണ് അല്ലേ? നേതാക്കന്മാരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാണ് ഈ ഹാള്. പേരെടുത്ത് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. എന്നാലും പറയേണ്ടവരെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു അപാകതയാകും എന്നതുകൊണ്ട് മാത്രം പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേര് മാത്രം ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. AICCയുടെ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ പോയി, പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തല, കൊടിക്കുന്നിൽ സുരേഷ് MP, അടൂർ പ്രകാശ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, KC ജോസഫ്, ചാണ്ടി ഉമ്മൻ, ജോസഫ് വാഴക്കൽ, ആൻഡോ ആന്റണി MP, CC വിശ്വനാഥ് MLA, ഷാഫി പറമ്പിൽ, ബെന്നി ബഗനാൻ, T സിദ്ദിഖ്, വേദിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന നേതാക്കന്മാർ, മറ്റ് സ്നേഹിതന്മാരെ, സഹോദരന്മാരെ, ഒരു അപൂർവ സദസ്സാണ് നമ്മുടെ ഈ സദസ്സ്. ഇത് സന്തോഷിക്കുന്ന ഒരു ചടങ്ങല്ല, സന്തോഷിക്കുന്ന ഒരു ഓഡിയൻസും അല്ല, സന്തോഷിക്കുന്ന ഒരു ജനമനസ്സുമല്ല. ഇവിടെ പഴയ ഒരുപാട് കഥകൾ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരുന്നാലോചിക്കുന്നുണ്ടാകും. ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള കഥകളും ഉമ്മൻചാണ്ടിയുടെ ബന്ധങ്ങളും ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങളും ഉമ്മൻചാണ്ടിയുടെ സ്വഭാവവും ഒക്കെ നിങ്ങൾ ആലോചിച്ച് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഈ 1000-ഓളം ആളുകളുടെ മനസ്സിൻ്റെ അകത്തൂടെ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ചിന്തകൾ, ചിന്താധാരകൾ ഒരുപാട് വട്ടം കറങ്ങിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അത് ലഭ്യമല്ല. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി അപൂർവമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥനാണ് ശ്രീ ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയെ പോലെ ഉമ്മൻചാണ്ടിക്ക് പകരം വെക്കാൻ ഒരാളെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഉമ്മൻചാണ്ടിക്ക് പകരം നിങ്ങൾക്ക് ഒരാളെ ചൂണ്ടിക്കാണിച്ച് ഇതാ ഉമ്മൻചാണ്ടിയാണിത് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എത്രയോ ആളുകളെ നമുക്ക് പരസ്യം രമ്യപ്പെടുത്താൻ പറ്റും. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് പകരം വെക്കാൻ ഒരാളില്ല എന്നുള്ളത് ഒരു സത്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം തികയാണ്. ഈ 1 വർഷം തികയുമ്പോൾ ഉമ്മൻചാണ്ടി പോയി എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. ഉമ്മൻചാണ്ടി എവിടെയോ ഉണ്ട്, ഉമ്മൻചാണ്ടി നമ്മോടൊപ്പം ഉണ്ട് എന്ന രീതിയിലാണ് നമ്മളൊക്കെ ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് കടന്നു വരുന്നത്. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം അത്രമാത്രം ആളുകളെ സ്നേഹിച്ച ഒരു നേതാവായിരുന്നു. സ്നേഹം കൊണ്ട് ഹൃദയം കീഴടക്കിയ നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. അധികാരത്തിന്റെ ദണ്ടുകൊണ്ട് ആളുകളെ കൂടെ നിർത്തിയ ആളല്ല ഉമ്മൻചാണ്ടി. അധികാരത്തിന്റെ ഭ്രാന്ത് കൊണ്ട് ആളുകളെ കീഴടക്കിയ ആളല്ല ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി ഓരോ മനുഷ്യനെയും ഓരോ കുടുംബത്തെയും സ്നേഹിച്ച് കീഴടക്കിയ ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതാണ് ഉമ്മൻചാണ്ടിയും മറ്റുള്ളവരും തമ്മിലുള്ള പ്രത്യേകത. ഞാൻ ചോദിക്കുന്നു, ചരിത്രത്തിൽ ഉമ്മൻചാണ്ടിക്ക് പകരം വെക്കാൻ ഇപ്പോൾ എല്ലാ ഉമ്മൻചാണ്ടിയുടെയും അദ്ദേഹത്തിൻ്റെ യാത്രകൾ, എല്ലാ ജില്ലയിലുമുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകൾ, അതൊരു റെക്കോർഡാണ്. എത്ര മണിക്കൂറാണ് അദ്ദേഹം നിൽക്കുന്നത് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഞാനും പറയേണ്ട കാര്യമില്ല, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. തലേന്നാൾ വന്ന് ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന്
രാവിലെ 8 മണി എന്ന് പറയുമ്പോൾ ജനസമ്പർക്ക പരിപാടി തുടങ്ങി. ആ പരിപാടി തീരുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയോ? എൻ്റെ ജില്ലയിൽ എനിക്ക് പറയാൻ സാധിക്കും. എൻ്റെ ജില്ലയിൽ KC ജോസഫ് ഉണ്ടെന്ന് കണ്ണൂരിൽ. എൻ്റെ ജില്ലയിൽ ഉമ്മൻചാണ്ടി രാവിലെ 8:30 മണിക്ക് തുടങ്ങിയ സിറ്റിംഗ് അടുത്ത ദിവസം രാവിലെ 9:40 ആ സദസ്സ് പിരിച്ചുവിട്ടത് എന്ന് പറഞ്ഞാൽ ഊണില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. ഞാനതിലിടക്ക് പോയിട്ട് വെറുതെ ചിരിച്ചോണ്ട് ചോദിച്ചു, മൂത്രം ഒഴിക്കാൻ പോയിനോ എന്ന്. അത്രമാത്രം ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് കമ്മിറ്റഡായ ഒരു മനസ്സും ഒരു മനുഷ്യനും നമുക്ക് എവിടെ കാണാൻ സാധിക്കും? എല്ലാം കേട്ടത് ഈ മണിക്കൂറുകൾ മുഴുവൻ അദ്ദേഹത്തിന്റെ മുൻപിലിരുന്ന് പരാതി പറഞ്ഞത് പാവങ്ങളാണ്, കഷ്ടപ്പെട്ടവരാണ്, ദുഃഖിക്കുന്നവരാണ്, പട്ടിണി കിടക്കുന്നവരാണ്, ജോലി കിട്ടാത്തവരാണ്. അങ്ങനെ പ്രാരബ്ധമായ പ്രശ്നങ്ങൾ തലച്ചോറിന്റെ അകത്ത് തീജ്വാല ഉണ്ടാക്കുന്ന വ്യക്തികളാണ് മുഴുവൻ ഉമ്മൻചാണ്ടിയുടെ മുമ്പിലിരുന്ന് ഇത് പറയുന്നത്. ആ പറയുമ്പം അതെല്ലാം എഴുതിയെടുത്ത് അതിനൊരു പരിഹാരവും പറഞ്ഞിട്ട് പുള്ളി വിടുന്നുള്ളൂ. സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തു കൊടുക്കുന്നു അദ്ദേഹം. അതല്ലാതെ വ്യക്തിപരമായ ബന്ധം കൊണ്ട് ഏതെങ്കിലും വ്യക്തിപരമായ ബന്ധമുള്ള വലിയ ബിസിനസ് കമ്മ്യൂണിറ്റിയിലെ ആളുകളെ വിളിച്ചു പറഞ്ഞിട്ട് അവരെ കൊണ്ടെന്തെങ്കിലും സഹായം ചെയ്യിക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം നോക്കുന്നു. അങ്ങനെ എല്ലാ ആളുകളെയും ഓരോ നിമിഷവും സഹായിക്കുക എന്നതിനപ്പുറത്ത് ഉമ്മൻചാണ്ടിക്ക് വേറൊരു അജണ്ടയില്ല. അങ്ങനെ സമയങ്ങളും മണിക്കൂറുകളും അദ്ദേഹം ചെലവഴിച്ചു പോകുന്ന ഒരു മനുഷ്യനെ ഈ നാട്ടിൽ ഞാനും നിങ്ങളും എവിടെയാ കണ്ടിട്ടുള്ളത്? അതിന്റെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവരുമ്പോ അതിന്റെ അകത്ത് കടന്നു വന്ന 10,000 എത്രയാ? എത്ര മണിക്കൂറാ അവരൊക്കെ നടന്നത്? മുഴുവൻ ആളും നടന്നില്ലേ? കോട്ടയം വരെ മുഴുവൻ ആളുകളും നടന്നു വന്നില്ലേ? എത്ര ലക്ഷം ആളുകൾ, എത്ര ആയിരക്കണക്കിന് ആളുകളാണ് ആ മഹാറാലിയിൽ പങ്കെടുത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റൊരു മനുഷ്യന്, മറ്റൊരു ഭരണാധികാരിക്ക്, മറ്റൊരു പ്രതിപുരുഷന് ആർക്കെങ്കിലും അത്രയും ജനപിന്തുണയുള്ള ഒരു റാലി, ഒരു ദുഃഖറാലി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കേരളത്തിലില്ല. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയത്? ഉമ്മൻചാണ്ടി അങ്ങനെയാണ്. ഉമ്മൻചാണ്ടിയെ കാണാൻ പോയാൽ കാര്യം നടന്നേ ആളുകൾ പോകുള്ളൂ. ഞങ്ങളൊക്കെ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. മണിക്കൂറുകളോളം അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ കുത്തിരുന്ന് കണ്ട് സംസാരിച്ച് വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തിരിച്ച് സംതൃപ്തമായ മനസ്സുമായി ഇറങ്ങിപ്പോകുന്ന പ്രായമുള്ള ആളുകളെ, പ്രായമുള്ള സ്ത്രീകളെ, പ്രായമുള്ള പുരുഷന്മാരെ ഞങ്ങൾ എത്രയോ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ഒരു പകരക്കാരൻ ഉമ്മൻചാണ്ടിക്ക് ഒരു പകരമുണ്ടോ എന്ന് ചോദിച്ചാൽ പകരമില്ല എന്ന് നമുക്ക് അർത്ഥമില്ല, നമുക്ക് സംശയമില്ലാത്തത് നമുക്ക് പറയാം. ഒരാളില്ല പകരം, ഉമ്മൻചാണ്ടിക്ക് പകരമില്ല. ഉമ്മൻചാണ്ടിക്ക് പകരം ഉമ്മൻചാണ്ടി മാത്രം. അങ്ങനെ ഒരു വലിയ മനുഷ്യനാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. വർഷം 1 കഴിഞ്ഞു. ഏതോ ലോകത്ത് അദ്ദേഹത്തിന്റെ ആത്മാവ് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടാവാം. അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് വേദനയുണ്ടാവാം. ആളുകളെ കാണാൻ സാധിക്കുന്നില്ല, ആളുകളെ സഹായിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആത്മാവ് അതൊക്കെ ഓർത്ത് വിലപിക്കുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ആ മനുഷ്യന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ നമസ്കരിക്കലാവുന്നു. ഒരുപാട് നേതാക്കന്മാർ ഇവിടെ സംസാരിക്കാനുണ്ട്. ഞാൻ സംസാരിച്ചത് കിട്ടുന്നില്ല. ഉമ്മൻചാണ്ടിയെ കുറിച്ച് 5 ദിവസം ഇവിടെ ഇരുന്ന് ഈ ആളുകളെല്ലാം സംസാരിക്കണമെന്ന് തീരുമാനിച്ചാൽ 5 ദിവസം പറഞ്ഞാലും തീരാത്ത കഥ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചുണ്ട് എന്നതുകൊണ്ട് തന്നെ ഞാൻ ആ അവസരം ദുരുപയോഗം ചെയ്യുന്നില്ല. ആർക്കെല്ലാണോ പ്രസംഗിക്കാൻ സാധിക്കുക അവരെല്ലാം പ്രസംഗിക്കട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു മാറി കൊടുക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നു.